ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നും മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇന്നലെ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും വ്രാലും അതുപോലെ തന്നെ കരിപ്പിടിയും കുറേ പിടിച്ചിട്ടേ പോവുള്ളൂ ഗൈസ്. എനിക്കിത് ഭയങ്കര വാശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ച പോരാ, നമ്മുടെ ഫ്രോഗ് നല്ലതെങ്കിലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ എന്തായാലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം നോക്കാം കിട്ടുമെന്ന്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ലൂറ് മേടിക്കാം കേട്ടോ. പിന്നെ ഗായ്സ്, ഞാനൊരു പുതിയ തൊപ്പി മേടിച്ചു ഗായ്സ്. ഇന്നലെ കുറേ നേരം വെയിലത്ത് നിന്നതുകൊണ്ട് നല്ല തലവേദന എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഒരു തൊപ്പി കൂടി മേടിച്ചു. ചുമ്മാ വെറും പട്ടിഷോ അല്ലാതെ എന്തു പറയാൻ. ഇതേ പാടത്തിൻ്റെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് പതുക്കെ നോക്കിയിട്ട് നടക്കണം, കാരണം ഇത് പകുതിയും പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. നമുക്ക് ഇട്ട് നോക്കാം. ഇന്നും കിട്ടുന്ന വലിയ പ്രതീക്ഷയില്ല, കാരണം നമ്മുടെ ലൂർ അത്ര കൊള്ളത്തില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് കമൻസും വന്നു ലൂർ അത്ര പോരാന്ന്. എനിക്കും തോന്നി കേട്ടോ, കാരണം കുറേ മീനുണ്ട് ഇവിടെ, കുറേ വ്രാലുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അപ്പം അതിന് അർത്ഥം എനിക്ക് മീൻ പിടിക്കാൻ അറിയില്ല എന്നല്ല, നമ്മുടെ ലൂറ് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ്. എന്നാലും നമ്മൾക്ക് ഇന്നൊരു ദിവസം കൂടി പരിശ്രമിച്ച് നോക്കാം കേട്ടോ, മീൻ കിട്ടുമോയെന്ന്. ഗൈസ്, ആ ഒരു ഏരിയയിൽ കുറേ വ്രാലുകുട്ടികളുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ തന്നെ പോകുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അവിടെ കുറേ വ്രാലുകുട്ടികളുണ്ട്, നമുക്ക് നോക്കാം. എത്ര പ്രാവശ്യം നോക്കാം. ഗൈസ്, നല്ല ദൂരെ പോയി, അത്രയും ദൂരെ പോയി. ആദ്യമായിട്ടാണ് കേട്ടോ എത്ര ദൂരെ പോണത്. എത്ര ദൂരെ പോയിട്ടും കാര്യമില്ല ഗൈസ്, നമുക്ക് മീൻ കിട്ടുന്നില്ലല്ലോ. ഗായ്സ്, അവിടെ കുറേ കല്ലൂത്തികൾ പൊളയ്ക്കുന്നുണ്ട്. ഗായ്സ്, ഞാൻ പിന്നെ ഈ ഒരു സാധനം മേടിച്ചുട്ടോ. പേരൊന്നും എനിക്കറിയില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൂറും അതുപോലെ തന്നെ മറ്റേ കൊക്കിയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രോഗും ഇടാം, അതുപോലെ തന്നെ നമ്മുടെ കൊളുത്തും ഇടാം. അപ്പോൾ 2 ടൈപ്പിൽ നമ്മൾക്ക് മീൻ പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ചിട്ടോ. ഇതിന് ഒരു 6 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ 2 എണ്ണം മേടിച്ചു. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഉപകാരപ്പെടും, അറിയാത്തവർക്കത് ഉപകാരപ്പെടും കേട്ടോ. ഗൈസ്, അവിടെ വീണ്ടും ഒരു വ്രാലടിച്ചു. ഗൈസ്, കുറേ വ്രാലുണ്ട് ഗൈസ്, ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര സങ്കടമായി പോകുന്നുണ്ട്. ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് പിടിക്കാനാണ് ഗൈസ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ക്ഷമയൊക്കെ നശിച്ച് പോവുകയാണ് കേട്ടോ. മാക്സിമം ദൂരത്ത് നമ്മൾ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അടിക്കുന്നില്ല മീൻ. എത്ര പറഞ്ഞിട്ടോ നമ്മളെ കാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മനുഷ്യനല്ലേ, ഇത്രയും നേരമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണില്ല ഗൈസ്. ഒരു മീൻ പോലും കിട്ടുന്നില്ല, കണ്ടോ ഗൈസ്. സമയം 5:30 ആയിട്ടോ. അമ്പലത്തിലൊക്കെ പാട്ട് വെച്ച് തുടങ്ങി. നമ്മൾ വന്നിട്ട് ഒരു മണിക്കൂറൊക്കെ ആവും. കുറേ നേരമായി നമ്മൾ ഈ ഫ്രോഗും വെച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. നമ്മൾക്ക് ലാസ്റ്റായിട്ട് ഒരു തവണ കൂടി നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ സംഭവം അഴിച്ചിട്ട് നമ്മൾക്ക് വേറെ കൊളുത്തിട്ടിട്ട് ലൈവ് ഫ്രോഗ് ഇട്ടിട്ട് പിടിക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എനിക്ക് മീൻ പിടിക്കാത്തറിയാമെന്നാണ് ഞാൻ സമ്മതിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മൾക്ക് കാസ്റ്റ് ചെയ്യാം. ആരും തെറ്റിദ്ധരിക്കരുത്, മേലെ പട്ടയിൽ കുടുങ്ങിയതാണ് ഗൈസ്. ഗൈസ്, നമ്മുടെ മേലെ കുറച്ചധികം പട്ടയുണ്ട്, അതുകൊണ്ട് പട്ടയിൽ നല്ലതുപോലെ കുടുങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ കെട്ടാവുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്തു വിട്ടില്ലെങ്കിൽ വീണ്ടും പണിയാവും. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾക്ക് ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ്, പണ്ടത്തെ അത്ര ഒരു പവർ എനിക്ക് കിട്ടുന്നില്ല, കാരണം മീനൊന്നും കിട്ടാത്തതുകൊണ്ട്. നല്ല ക്ഷമ വേണം കേട്ടോ ഈ മീൻ പിടിക്കുന്നതിന്. നേരത്തെ നല്ല ദൂരെ പോയിട്ടാ, ഇപ്പോൾ അധികം ദൂരെയൊന്നും പോകാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ക്ഷമയൊക്കെ കഴിഞ്ഞു, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഈ ലൂറും വെച്ചിട്ട് ഇത്രയും നേരം നമ്മൾക്ക് കാസ്റ്റ് ചെയ്യാൻ. നമുക്കിനി വേറെ കൊക്കിയിട്ടിട്ട് കാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നടക്കില്ല ഗൈസ്, ഈ തവളനെ കൊണ്ട് ഇനി ഒരു ഉപകാരവും ഇല്ല. നമുക്കിതിനി എടുത്ത് വെക്കാം കേട്ടോ, അല്ലാണ്ട് ഇതിനെ കൊണ്ട് വേറെ ഉപകാരമൊന്നും ഇല്ല. നമുക്ക് കൊക്കിയിട്ടിട്ട് മീൻ പിടിക്കാം ഗൈസ്. എനിക്ക് മടുത്തു. ഓ, ഇപ്പോൾ നമ്മുടെ തവള ഉള്ളവിടെയാണ് കുറേ വ്രാല് കുട്ടികളുള്ളത്. നമുക്ക് അവിടെ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് പതുക്കെ വലിക്കാം. ആ, കണ്ടോ, ഇപ്പോൾ ഒരു ചെറിയത് മേലെ വന്നിട്ട് പോയി. ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും കിട്ടുന്നില്ല. കണ്ടോ വ്യൂ, കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആയിട്ടില്ലേ? ഇതേ അവിടെ കണ്ടോ, നല്ല ഭംഗിയില്ലേ? ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ചാറലുണ്ട്. നമ്മൾക്ക് മഴയൊന്നും കൊള്ളുന്നില്ല, കാരണം ഇവിടെ തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് മഴയൊന്നും സീനില്ല. നമുക്ക് കുറച്ച് അപ്പുറത്തിട്ട് നോക്കാം.
ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ. ഓ മൈ ഗോഡ്, നല്ല ദൂരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. വലിയ മഴ പെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വീട്ടിൽ പോവാം. നല്ല മഴ ഗായ്സ്. നമ്മുടെ മീൻ പിടിക്കൽ ഇന്നത്തെ കുളമായിട്ടോ. ഇന്നും മീനൊന്നും കിട്ടിയില്ല കേട്ടോ. കുഴപ്പമില്ല, നമ്മൾക്ക് ഇനിയും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.